ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഊട്ടി വ്ളോഗിൻ്റെ 3rd പാർട്ടാണിത്. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതും വെറുതെ ചായ കുടിക്കാനല്ല, നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അതിൽ വ്യൂ ഒക്കെ കഴിഞ്ഞ് നോക്കി ബെറ്റർ നോക്കി വന്ന് ഞങ്ങളിതാ താഴേക്ക് എത്തി. ലാസ്റ്റിൻ്റെ അവസാനം ഒരു ഒപ്പിക്കൽ വ്യൂ കൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. കാണിച്ചത്. അങ്ങനെ അവസാനം ഈ ഒരു വ്യൂ കണ്ട് ഒപ്പിച്ച് ചായ കുടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ബട്ട് ഇങ്ങനെ കാണാനൊരു രസമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. ശരിക്കും കാണാൻ ഇത് അടിപൊളിയായിരുന്നേ. ഇവിടെ ഒരാൾ ചായ ഒന്നും കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരും. രശുണ്ടോ? സൂപ്പറാ, നല്ല രശുണ്ട്, ഇഷ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ള വ്യൂ കണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ പോയത്. ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും അടിപൊളിയായി. അങ്ങനെ പിന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം അവിടെ സവർജില്ലിയുടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. ഹലോ, അപ്പോൾ നമ്മളിതാ റെഡിയായി ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ റൂമൊക്കെ ആക്കിയിട്ട് ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ പോവാന്നുള്ള ഭയങ്കര അങ്ങനെ ഒക്കെയാണ്. എവിടെയായിരുന്നു? ഏതോ ഒരു സ്ഥലം, ഒരു വ്യൂ പോയിന്റാ. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ പതുക്കെ അങ്ങനെ ഇറങ്ങും നാട്ടിലേക്ക്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എല്ലാവരും ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പം എനിക്ക് ഈ റൂമിലെ നമ്മളിപ്പോൾ ഈ ഒരു വില്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു സെറ്റ് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നിട്ടോ ഫുഡൊക്കെ കഴിച്ചാൽ. ഈ ഒരു ഇത് നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ അടച്ചിട്ടാൽ ഭയങ്കര ഒരു പ്രൈവസിയാണ്. ഞാൻ റൂമാണെങ്കിലും ഉള്ളിൽ തന്നെ 2 ബെഡ്റൂമാണ്. പക്ഷേ പിന്നെ രണ്ടും അങ്ങനെ ഒരു കണക്റ്റഡ് ഒന്നല്ല, നല്ല പ്രൈവസി ഉള്ള 2 റൂം, സെൻറ്ററിലായിട്ടൊരു കിച്ചൺ, ഹാള്, നല്ലതാണ് കേട്ടോ. അങ്ങനെ ബാഗും കെട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയതാണ്. കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് കോടനാട് വ്യൂ പോയിന്റിലാണ് കേട്ടോ. കാണിച്ചു തരുന്ന നല്ല അടിപൊളി വ്യൂ ആണ്. കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ താഴേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇതിനേക്കാളും അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എംബിച്ച നോക്കണ്ടേ, അവിടെ നോക്കി പപ്പ എന്താക്കുക മോളെ. എങ്ങനെ അങ്ങനെ ആക്കുന്ന പപ്പന്റെ ഒരു കാര്യല്ലേ. അങ്ങനെ പിന്നെ ഒരു ചായയും നൂഡിൽസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് വേറൊരു സ്പോട്ട് ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളേക്ക് യാത്രയായിരുന്നു. നമ്മൾ ലഞ്ച് കഴിച്ചിരുന്നത് കേട്ടോ. നല്ല ടൊമാറ്റോ റൈസും ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു ഓംലെറ്റ്. മൂപ്പര കടയിൽ നിന്നാണ് നമ്മളിത് കഴിച്ചിട്ടുള്ളത്. മൂപ്പര ഹാഫ് മലയാളി ഹാഫ് തമിഴാണ്. ബട്ട് ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഷക്കീൽക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോയത്. ഇവിടെ അടിപൊളി ഒരു ടൊമാറ്റോ റൈസ് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വേറെ ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ദൊഡ്ഡപേട്ടയ്ക്കാണ് പോയിട്ടുള്ളത്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, അവിടത്തേക്കാണ് പോയിട്ടുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ ഒരു മാർക്കറ്റാണ് കേട്ടോ. ഓളുടെ കയ്യിൽ ഓൾറെഡി ഒരു ബബിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു മാർക്കറ്റ് ഏരിയ പാസ് ചെയ്ത് വന്നപ്പോൾ അവിടെ വേറെയും ബബിൾസ് കണ്ടു. ആശാന് വേറെ ഒന്നും വാങ്ങാനില്ലാത്തത് കൊണ്ട് ഇനി വേറെ ബബിൾസ് കാണും.
അവളുടെ കയ്യിലുള്ള ബബിൾസ് മെല്ലെ ഷെക്കിൽക്കാക്ക് കൊടുത്തിട്ട് ആ ബബിൾസ് വേണം. ഓക്കെ, അതിനാണ് ഇപ്പോൾ ഒരു കരച്ചിൽ കഴിഞ്ഞ് അല്ലേ? കണ്ടോ, സത്യസന്ധമായിട്ട് പറയുള്ളൂ, വികൃതിയാണ് അല്ലേ? ഇവിടെ ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ കേട്ടോ. ഇതിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ കാണാനേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആണെങ്കിലും ആളൊരു ബബിൾസ് വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചോളൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അഗെയിൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ്. കണ്ടില്ല? പിന്നെ പോകുന്ന വഴിക്ക് ബത്തേരിയിൽ നിന്നൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയി.